എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളം ഇപ്പോൾ വലിയൊരു കാത്തിരിപ്പിലാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പൊക്കെ ഏപ്രിൽ 9 വളരെ ആവേശകരമായി തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി എല്ലാവരുടെയും കണ്ണുകൾ മെയ് 4 അന്ന് വോട്ടെണ്ണി കഴിയുമ്പോൾ ആര് ഭരിക്കും എന്നറിയാനുള്ള ആ ഒരു ആകാംക്ഷയിലാണ് കേരളക്കര മുഴുവൻ. എന്നാൽ ഫലം വരാൻ ഇനിയും ദിവസങ്ങളുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലും ചായക്കടകളിലും ഇപ്പോൾ തന്നെ പ്രവചനങ്ങളുടെയും വിലയിരുത്തലുകളുടെയും ഒരു പൂരം തന്നെ നടക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം പ്രവചനങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: കേരളത്തിൽ ഇത്തവണ ഒരു അധികാര മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് തന്നെ. നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളുടെ കാര്യത്തിൽ വലിയൊരു ഫോളോയിങ് ഉള്ള ആളാണല്ലോ CP റാഷിദ്. അദ്ദേഹത്തിന്റെ പ്രവചനമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. UDFന്റെ നേതൃത്വത്തിൽ 91 മുതൽ 102 വരെ സീറ്റുകൾ നേടി ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് റാഷിദ് കണക്കുകൂട്ടുന്നത്. മുൻപും അദ്ദേഹത്തിന്റെ പല പ്രവചനങ്ങളും കൃത്യമായതുകൊണ്ട് തന്നെ വോട്ടർമാർക്കിടയിൽ ഈ കണക്കുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ റാഷിദിന്റെ പ്രവചനത്തിന് പിന്നാലെ ഇതാ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു നിഗമനം കൂടി വൈറലാവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ മാനേജ്മെന്റ് വിദഗ്ധൻ ടോണി തോമസ് ആണ് ഈ പുതിയ പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. സാധാരണ വോട്ടർമാരുടെ വികാരം നോക്കിയല്ല അദ്ദേഹം സംസാരിക്കുന്നത്, മറിച്ച് തികച്ചും ശാസ്ത്രീയമായ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോണി തോമസിന്റെ ഈ കണക്കുകളും റാഷിദിന്റെ പ്രവചനത്തോട് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്നു എന്നതാണ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. നേരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ UDF അധികാരത്തിൽ വരുമെന്ന സൂചനകൾ ടോണി തോമസ് പങ്കുവച്ചിരുന്നു. എന്നാൽ അന്നത്തേക്കാൾ കൂടുതൽ വ്യക്തതയോടും ഉറപ്പോടും കൂടി ഇപ്പോൾ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടോണി തോമസ് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇതൊരു മാത്തമാറ്റിക്കൽ മോഡൽ ആണെന്നാണ്. അതായത് സാധ്യതകൾ അഥവാ പ്രോബബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു പ്രൊജക്ഷൻ ആണ് അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ 80% കൂടുതൽ ഉറപ്പായ വിജയ സാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെ മുന്നണിക്കാണെന്ന് നോക്കാം. ടോണി തോമസിന്റെ കണക്കുകൾ പ്രകാരം ഇവിടെ UDFനാണ് വ്യക്തമായ മുൻതൂക്കം. UDF 11 സീറ്റുകളിൽ 80% മുകളിൽ വിജയ സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിന് ഇത്തരത്തിൽ ഒരു സീറ്റ് മാത്രമാണുള്ളത്. BJPയെ സംബന്ധിച്ച് ഈ കാറ്റഗറിയിൽ ഒരു സീറ്റ് പോലും ഇല്ല എന്നതും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. ഇനി നമുക്ക് തൊട്ടടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതായത് 70 മുതൽ 79% വരെ വിജയ സാധ്യത കൽപ്പിക്കുന്ന സീറ്റുകളുടെ എണ്ണം. ഇവിടെ UDFന് 9 സീറ്റുകൾ ഉണ്ടെങ്കിൽ LDFന് അത് 7 എണ്ണം മാത്രമാണ്. BJPയുടെ കാര്യത്തിൽ ഇവിടെയും മാറ്റമൊന്നുമില്ല. ഈ കാറ്റഗറിയിലും അവർക്ക് 0 സീറ്റുകൾ തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. 60 മുതൽ 69% വരെ വിജയ സാധ്യതയുള്ള സീറ്റുകൾ. ഇവിടെയാണ് വലിയൊരു അന്തരമുള്ളത്. ഇത്തരത്തിലുള്ള 53 സീറ്റുകൾ UDFനുണ്ടെന്ന് ടോണി തോമസ് കണക്കാക്കുമ്പോൾ LDFന് അത് കേവലം 26 സീറ്റുകൾ മാത്രമാണ്. അതായത് LDFന് ഈ റേഞ്ചിലുള്ള സീറ്റുകളുടെ കൃത്യം ഇരട്ടിയിലധികം സീറ്റുകൾ UDFന് ഉണ്ടെന്ന് ചുരുക്കം. ഇവിടെയും BJPക്ക് അദ്ദേഹം ഒരു സീറ്റ് പോലും നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി ഏറ്റവും കുറഞ്ഞ വിജയസാധ്യതയുള്ള, അതായത് 55% താഴെ മാത്രം വിജയസാധ്യതയുള്ള സീറ്റുകളുടെ അവസ്ഥ നോക്കാം. UDFന് ഇത്തരത്തിലുള്ള ഒരു സീറ്റ് പോലുമില്ല. എന്നാൽ LDFന് അദ്ദേഹം ഒരു സീറ്റ് ഇവിടെ നൽകുന്നുണ്ട്. പതിവ് പോലെ BJPക്ക് ഈ വിഭാഗത്തിലും സീറ്റുകൾ ഒന്നുമില്ല. ചുരുക്കത്തിൽ ഈ കണക്കുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ച് ടോണി തോമസ് വളരെ കൃത്യമായ സൂചനകളാണ് നമുക്ക് നൽകുന്നത്. കണക്കുകൾ പ്രകാരം UDFന് വലിയൊരു മുന്നേറ്റം അദ്ദേഹം പ്രവചിക്കുന്നു. ഇത് പ്രകാരം ഓർഡർലി പവർ ഷിഫ്റ്റ് ആൻഡ് ബേസ് കേസ്, അതായത് ഏറ്റവും അധികം സാധ്യതയുള്ള സ്വാഭാവികമായ ഒരു ഭരണമാറ്റത്തിന് 57% സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. അത്തരത്തിൽ സംഭവിച്ചാൽ 82 മുതൽ 95 സീറ്റുകൾ വരെ ആയിരിക്കും UDFന് ലഭിക്കാൻ പോകുന്നതെന്നും LDFന് 45 മുതൽ 57 വരെ സീറ്റുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്ന ഒരു സാഹചര്യം
22% നിലനിൽക്കുന്നതെന്നും അങ്ങനെ സംഭവിച്ചാൽ UDF 95 മുതൽ 110 വരെ സീറ്റുകൾ നേടുവാൻ സാധ്യതയുണ്ടെന്നും LDFന്റെ സീറ്റ് 28 മുതൽ 44 വരെ ആകുവാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. അതുപോലെ ഒരു സിസ്റ്റം റീസെറ്റ് പൂർണ്ണമായും ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധതയും അലയടിച്ചാൽ 110-ലധികം സീറ്റുകളിലേക്ക് UDFന്റെ സീറ്റ് നില ഉയരുമെന്നും LDFന്റെ സീറ്റ് നില 25 മുതൽ 30 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതിനുള്ള സാധ്യത അദ്ദേഹം 8% കൽപ്പിക്കുന്നത്. ഇനി 2011 സമാനമായി നേരിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ എത്തുവാനുള്ള ഒരു സാധ്യതയും അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട്. ഇതിന് കേവലം 5% സാധ്യത മാത്രമാണെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ UDFന് 71 മുതൽ 75 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും LDFന് 62 മുതൽ 69 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. LDF നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തുവാൻ 8% സാധ്യതയുണ്ട് എന്നും ടോണി തോമസ് പ്രവചിക്കുന്നുണ്ട്. അതായത് അങ്ങനെ സംഭവിക്കുമ്പോൾ UDFന്റെ സീറ്റ് നില 62 മുതൽ 69 വരെ ആകുമെന്നും LDFന് 71 മുതൽ 75 സീറ്റുകൾ വരെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നുമാണ് ടോണി തോമസ് പ്രവചിക്കുന്നത്. ഇവിടെ എടുത്തു നോക്കുമ്പോൾ 92% സാഹചര്യങ്ങളിലും UDF അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് ടോണി തോമസ് കൃത്യമായി പറയുന്നത്. അതിൽ തന്നെ അദ്ദേഹം 57% സാധ്യത കൽപ്പിക്കുന്നത് 82 മുതൽ 95 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ എത്തുവാനുള്ള സാധ്യതയ്ക്കാണ്. LDF അധികാരത്തിൽ എത്തുവാനുള്ള നേരിയ സാധ്യത 8% മാത്രമാണെന്നും അങ്ങനെ സംഭവിച്ചാൽ പോലും LDFന് പരമാവധി 71 മുതൽ 75 വരെ എന്ന ഒരു നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. NDAക്ക് വിജയസാധ്യതയുള്ളത് 2 സീറ്റുകളിൽ ആണെന്നാണ് ടോണി തോമസ് തന്റെ അഭിപ്രായ സർവേയിൽ പറയുന്നത്. ഈ 2 സീറ്റുകളിലും NDAയുടെ വിജയസാധ്യത എന്ന് പറയുന്നത് 55% താഴെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ NDA ഇത്തവണയും സംപൂജിതരാകുവാനുള്ള സാധ്യതയും ടോണി തോമസ് തന്റെ പ്രൊജക്ഷനിൽ എടുത്തുകാട്ടുന്നുണ്ട്. ടോണി തോമസിന്റെ നിരീക്ഷണങ്ങൾ ശരിയാണെങ്കിൽ കേരളത്തിൽ ഇത്തവണ കൃത്യമായ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് സൂചന. ഒരു ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ അലയടിച്ചില്ലെങ്കിൽ പോലും 82 മുതൽ 95 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ഏകദേശം 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം വളരെ കൃത്യവും ആധികാരികവുമായ ഭൂരിപക്ഷത്തോടുകൂടി UDF നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ കേരളത്തിൽ നിലവിൽ വരാനുള്ള സാധ്യതകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാധ്യതകൾ നമ്മളൊന്ന് വിലയിരുത്തിയാൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകും. കോൺഗ്രസ്, ലീഗ്, ജോസഫ് ഗ്രൂപ്പ് തുടങ്ങിയ UDFലെ ഘടകകക്ഷികൾക്കെല്ലാം 2021 അപേക്ഷിച്ച് വലിയ രീതിയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ ഇതിന്റെ മറുവശം നോക്കിയാൽ ഈ മാറ്റം ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIക്കും മൂന്നാമത്തെ വലിയ കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിനും ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ സീറ്റുകളിൽ വലിയ ഇടിവുണ്ടാകാനാണ് സാധ്യത. ഇനി CPMന്റെ കാര്യമെടുത്താലോ? ഇടതുമുന്നണിക്ക് ആകെ ലഭിക്കുന്ന സീറ്റുകളിൽ 70%-ലധികം CPM തന്നെ ആയിരിക്കും നേടുക. ഇത് ചൂണ്ടിക്കാണിച്ച് തങ്ങളുടെ അടിത്തറയ്ക്ക് ഇപ്പോഴും ഇളക്കം തട്ടിയിട്ടില്ല എന്ന് വാദിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചേക്കാം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു വരുന്ന പല പ്രവചനങ്ങളിലും CP റാഷിദിന്റേതും ടോണി തോമസിന്റേതും ഏറെ ആധികാരികമായ വിലയിരുത്തലുകളായാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ കണക്കാക്കുന്നത്. അതിനാൽ തന്നെ മെയ് 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരം പിടിക്കുകയും അതോടെ കേരള രാഷ്ട്രീയത്തിലെ പിണറായി യുഗത്തിന് അന്ത്യമാവുകയും ചെയ്യുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.